ഞാൻ ബാക്കി കുറച്ച് സിനാരിയോസ് കാണിക്കാം. സോ ഗൈസ് അങ്ങനെ ഇറങ്ങി ഇപ്പോൾ നമ്മൾ ഹോച്ചിമിൻ സിറ്റിയിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇനി ഇവിടെ നിന്ന് വേറൊരു ഫ്ലൈറ്റ് പിടിച്ച് നമുക്ക് വേറെ ഒരു സ്ഥലത്ത് പോകണം. നമുക്ക് ഇവിടുത്തെ എയർപോർട്ടിൽ കാണിച്ചു സീൻ അടിപൊളി എയർപോർട്ട്. ഇവിടുത്തെ എയർപോർട്ട് നല്ല ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്, പൂക്കളുണ്ട്. ഗൈസ് നമ്മൾ ഫ്ലൈറ്റ് ഇറങ്ങി. ഇപ്പോൾ രണ്ടാമത്തെ ഫ്ലൈറ്റ് ഹനോയിലേക്ക് പോവുകയാണ് നമ്മൾ. സോ ഇവിടുത്തെ ഫുൾ കൾച്ചറേ വേറെയാണ്. സത്യം പറഞ്ഞാൽ ഒന്നും മനസ്സിലാവുന്നില്ല, അവർ എന്തൊക്കെയോ പറയുന്നത്. കഴിഞ്ഞു എല്ലാവരും ഇനി ആ ഫ്ലൈറ്റ് കയറാൻ വേണ്ടിയായിരിക്കും ഇനി തിരക്ക് വീണ്ടും. നല്ല ടയർഡായി, ഉറക്കം കിട്ടിയില്ല സത്യം പറഞ്ഞാൽ. ഇങ്ങനെ ഇനി നമ്മൾ കാപ്പി കുടിക്കാൻ പോവാം ഗൈസ്. കാപ്പി കുടിച്ചിട്ട് ഇനി ആ ഫ്ലൈറ്റ് കയറിയിട്ടാണ് നമ്മൾ റൂമിലോട്ട് പോവുക. അത് കുറച്ചുകൂടെ കൊള്ളായിരിക്കും തോന്നുന്നു. അങ്ങോട്ട് പോയി കുറച്ച് റെസ്റ്റ് എടുക്കണം. നല്ല ഉറക്കം ക്ഷീണമുണ്ട്, ടയർഡായി. ഒന്ന് കുളിക്കണം. പക്ഷേയാണ് ആൾക്കാരൊക്കെ തട്ടിയിട്ട് പോവുകയാണ്. ഒരു മൈൻഡും ഇല്ല, ഒരു സോറിയോ അങ്ങനെയൊന്നും പറയുന്നില്ല. ജസ്റ്റ് അങ്ങ് തട്ടിയിട്ട് അങ്ങ് പോവുകയാണ്. ആദ്യമായിട്ടാണ് ഈ ഇൻ്റർനാഷണൽ ട്രിപ്പും വേറൊരു രാജ്യത്തേക്ക്. അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. നാട് കണക്കല്ല ഗൈസ്. അതെ സോ ഗൈസ്, ഇപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്ത് പോവുകയാണ്. അപ്പം ഫുഡ് കഴിച്ചിട്ട് ഇവിടുത്തെ ഫുഡൊക്കെ എങ്ങനെയാണോ നമുക്ക് അറിഞ്ഞൂടാ. ഇനി ഫുഡ് കഴിച്ചിട്ട് വീണ്ടും നമുക്ക് 10 മണിക്ക് ഫ്ലൈറ്റ് ഉണ്ട്. അപ്പോൾ ആ ഫ്ലൈറ്റ് കൂടെ കയറിയിട്ട് നമ്മൾ ഹനോയിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഇനി അവിടെ അടിപൊളിയാണ് കൃത്യം പറഞ്ഞാൽ. അവിടുത്തെ ആ സ്ഥലങ്ങൾ, കുറേ സ്ഥലങ്ങൾ നമ്മൾ കാണാൻ പോകുന്നുണ്ട്. നമുക്ക് എന്തായാലും അതെല്ലാം കാണാം. സോ പ്ലീസ് വെയിറ്റ് ആൻഡ് വാച്ച്. സോ ഗൈസ്, നമ്മൾ ബർഗർ കഴിക്കാൻ വേണ്ടി, ബർഗർ അല്ല ചെറുതായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി പോവുകയാണ്. വേറെ രാജ്യത്ത് വന്ന ഫീല്. അയ്യോ അതങ്ങനെയാണല്ലോ. സോ പക്ഷേ ഇവിടുത്തെ ആൾക്കാർക്ക് മീശയില്ല കേട്ടോ. പയ്യന്മാർക്ക് മീശയും താടിയില്ല, ഫുൾ ക്ലീൻ ഷേവായിട്ട് നടക്കും. പിന്നെ ഫുൾ മോഡലിംഗ് ആണ് ഇവിടെ കൂടുതലാണ്. എനിക്ക് കണ്ടിട്ട് അങ്ങനെയാണെന്ന് തോന്നുന്നത്. ഫുൾ മോഡൽസായ ആൾക്കാർ, അങ്ങനത്തെ ഫുൾ സിനിമാറ്റിക് ലുക്സ്, അങ്ങനെയാണ് എല്ലാവരും. ഡൊമസ്റ്റിക് ടെർമിനലിൽ പോകാൻ പോകണം ഗൈസ്. രണ്ടാമത്തെ ഫ്ലൈറ്റ് കയറിയിട്ട് എന്ത് ചെയ്യണോ എന്ത് പറയാനോ അറിഞ്ഞൂടാ ഗൈസ്. സത്യം പറയാല്ല. ഒരു ബ്രിഡ്ജ് നോക്ക്, നല്ല വളഞ്ഞു പോകണം ബ്രിഡ്ജ്. പിന്നെ അവിടെ കാറുകളൊക്കെ വേറെ ടൈപ്പ്, നമ്മൾ കാണാത്ത മോഡൽസൊക്കെയാണ് ഇവിടെ ഉള്ളത്. സ്കൂട്ടറൊക്കെ ഞാൻ കണ്ടിട്ട് പോകുന്നത്. സ്കൂട്ടറൊക്കെ എന്തിനാ, ആ കാർ നോക്ക്. സോ ഗൈസ്, ആ നീല കാറുണ്ടോ, ആ കാറൊന്നും നമ്മുടെ നാട്ടിലൊന്നുമില്ല. എന്ത് ടൈപ്പ് കാർ, എന്ത് പേരാണെന്നും പിടിയില്ല. പക്ഷെ നല്ലൊരു പ്രീമിയം ലുക്ക് തോന്നിക്കുന്നുണ്ട് ആ കാറിനൊക്കെ. എത്തി ഗൈസ്. നമുക്കിനി വേറെ സ്ഥലങ്ങളും കാണാം. ആദ്യം റൂം ചെക്കൗട്ട് ചെയ്യണം, റൂമിൽ പോകണം. റൂമിൽ പോയിട്ടാണ് ഫ്രഷൊക്കെ ആയിട്ട് നമ്മൾ നൈറ്റ് മാർക്കറ്റൊക്കെ പോകാൻ പ്ലാനുണ്ട്. സോ പൊളിക്കണം. സോ ഗൈസ്, ഇതാണ് ഇവിടുത്തെ റോഡ്. ഡൊമസ്റ്റിക് എയർപോർട്ട്. ഇതൊക്കെ ഏത് വണ്ടിയാണ്? ലിമോ ഗ്രീനോ
ഏത് ലൈവ് എന്തൊക്കെ വണ്ടി കയറിയിരിക്കുന്നത് ഗൈസ്. നമുക്കിനി എയർപോർട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. കുറേ എയർ ഹോസ്റ്റസ് അവരൊക്കെ വരുന്നുണ്ട്. ഇവരെല്ലാവരെയും കാണാൻ ഒരേപോലെ ഇരിക്കുന്നത്. ഇവരെല്ലാവരെയും കാണാൻ എന്തോ ഒരേപോലെ, വലിയ മാറ്റമൊന്നുമില്ല. കുറേ നടക്കാനുണ്ട് ഗൈസ്. എയറിലോട്ട് പോകാം. ഇവിടെ കുറേ ആൾക്കാർ സെൽഫിയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. നല്ലൊരു കൂൾ ഫീലിംഗ്, നല്ലൊരു തണുപ്പുണ്ട്. വെയിലുണ്ടെങ്കിലും നമുക്ക് തണുപ്പ് ഫീലിംഗ് കിട്ടുന്നുണ്ട്. ഫുഡ് കഴിക്കാൻ വേണ്ടി മെക്ഡൊണാൾഡ്സിൽ വന്നിരിക്കുന്ന 119K ബർഗർ റേറ്റ്. 119Kയും 99K ഒരു ബർഗറിൻ്റെ റേറ്റാണ്. 99,000, 119, 1,19,000 ഒരു ബർഗർ വിയറ്റ്നാമീസ്. സോ നമുക്ക് ഇനി കഴിച്ച് നോക്കാം. എത്തുന്നത് 49K ആണ് ഓരോരോ ബർഗറിൻ്റെ റേറ്റൊക്കെ പറഞ്ഞത്. സോ നമുക്ക് ഇനി ഇവിടെ നിന്ന് വാങ്ങിച്ച് നോക്കാം എത്ര എക്സ്പെൻസ് ആവുന്നു. ഇത് വിയറ്റ്നാമി കറൻസി 5 ലക്ഷം രൂപയാണിത്. നമുക്ക് ബർഗർ വാങ്ങാം. ഈ റോഡ് സൈഡൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കാനും എൻജോയ് ചെയ്യാനൊക്കെ സെറ്റ് കൊള്ളാം. ഇവിടെയാം സോ ഗൈസ്, അങ്ങനെ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് ഇരിക്കാൻ ടൈമില്ല. നമുക്ക് 10 മണിക്ക് ചെക്കൗട്ടാണ്. ഇപ്പോൾ ടൈം 10 മണി ആവാറ് 10 മിനിറ്റ് കൂടിയേ ഉള്ളൂ. സോ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് പെട്ടെന്ന് എയർപോർട്ടിലോട്ട് പോകണം. നല്ല സോഫ്റ്റ് ഉണ്ട് ഗൈസ്. ഡേ നല്ല ആണോ? നല്ല സോഫ്റ്റ്. നല്ല സോഫ്റ്റാണ്. പക്ഷെ ഗൈസ് എല്ലാവർക്കും ഒരു അല്ലേ. സോ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. പച്ച ടാക്സി. പിന്നെ ഈ റോഡ് ക്രോസ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു വ്യത്യാസം കണ്ടാണ്. നിന്നൊക്കെ തരും, വണ്ടി നിർത്തും. വലിയ അങ്ങനത്തെ അവിടുത്തെ റഷ്യും കാര്യങ്ങൾ അങ്ങനെയൊന്നും വലിയിട്ടൊന്നുമില്ല. നല്ലൊരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യും. റോഡൊക്കെ എയർപോർട്ട് ആയതുകൊണ്ടാണോ എന്ന് അറിഞ്ഞൂടാ. നല്ല ക്ലീനാണ് ഇപ്പം കേട്ടോ. നല്ല ക്ലീൻ റോഡും കാര്യങ്ങളൊക്കെയാണ്. ഗൈസ്, അങ്ങനെ ഇമിഗ്രേഷൻ കഴിഞ്ഞ് രണ്ടാമത്തെ ഹനോയിലോട്ട് പോകാനുള്ള ഇമിഗ്രേഷൻ കഴിഞ്ഞു. ഇനി എവിടെ പോയാലും തിരക്കാണ് ഗൈസ്. ഇതേ നോക്ക്, എവിടെ പോയാലും തിരക്ക്. ക്യൂടെ ക്യൂ. 4-5 മണിക്കൂർ ക്യൂ നിന്നിട്ട് തന്നെ പോകണം സത്യം പറഞ്ഞാൽ. അങ്ങനെ കുറേ ടൈം വരും. ഇന്ന് ഫുൾ ട്രാവൽ, ഫുൾ പ്ലെയിനിലാണ്. അതെ, സോ അടുത്ത സൈഡ് സീറ്റാണ് അത്. എനിക്ക് ബസ് കയറാൻ പോവുക. ആദ്യം വന്ന് കയറിയിരുന്നല്ലേ. നമുക്ക് നിൽക്കാം. ഗൈസ്, നമ്മൾ ഇറങ്ങി. സോ ഗൈസ്, നമ്മൾ പോകാൻ പോണം പ്ലെയിൻ എന്ന് പറയുമ്പോൾ ഇതാണ് ഗൈസ്. ഇത് കിട്ടുന്നുണ്ടോ? ഇത് കിട്ടും. നമുക്ക് കയറാം ഗൈസിന്. ഗൈസ്, ഈ പ്ലെയിനിലാണ് നമ്മൾ ഇനി ഇവിടെ നിന്ന് ഹനോയിലേക്ക് പോണത്. സോ ഓക്കെ, നമുക്ക് അകത്ത് കയറാൻ അവർ വിളിച്ചുകൊണ്ടിരിക്കുക. ഗൈസ്, ഇനിയിപ്പോൾ ഞാൻ മിഡിൽ സീറ്റാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്.
ഒറ്റയ്ക്ക് അവിടെ ഇനി ഇരിക്കണം. ഇനി ആരാന്തതിൻ്റെ അപ്പുറത്തിപ്പുറത്തിരിക്കണമെന്ന് എനിക്കറിയില്ല. നമുക്ക് നോക്കാം. അങ്ങനെ കയറിയതേ ഗ്ലാസ്സൊക്കെ നല്ല സ്ക്രാച്ച് ആയിരിക്കണം ഗൈസ്. ഇന്ന് ഫുള്ള് യാത്രയായി, നല്ല ടയർഡായി ഗൈസ്, നല്ല ടയർഡായി. ഇനി റൂമിൽ പോയിട്ടാണ് ഫ്രഷ് ആവാൻ. ഇനി അവിടെ നിന്ന് ട്രെയിൻ സ്ട്രീറ്റും പിന്നെ നൈറ്റ് മാർക്കറ്റ് കവർ ചെയ്യും ഇന്ന്. സോ നമുക്ക് ആ വീഡിയോ കൂടെ കാണാം. അടിപൊളിയാണ്, ഈ വീഡിയോയിൽ തന്നെ കാണും. സോ ഈ ഫോളോ ചെയ്യുക, മാക്സിമം ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബിക്കോസ് ഞാൻ ഇതേ കണക്കിനി കുറേ വീഡിയോസ് ഇറക്കണമായിരിക്കും, നല്ല നല്ല വീഡിയോസ് ആൻഡ് ചാലഞ്ചസ്. സോ പ്ലീസ് ഫോളോ മീ. ഹാച്ചിമിനത ഹനോയിലേക്ക് എത്തി. ഇനി ഇവിടെ നിന്ന് നമ്മൾ 26 കിലോമീറ്റർ ട്രാവൽ ചെയ്തിട്ട് നമുക്ക് നമ്മളെ റൂമിലോട്ട് പോകണം. ഇവിടെ നല്ല തണുപ്പുണ്ട് ഗൈസ്, വെറുതെ അല്ല എല്ലാവരും ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഇട്ടത്. എന്തെല്ലാം ആണെങ്കിൽ ജാക്കറ്റ് ഇല്ല. സോ നോക്കാം. ഇവിടെ നിന്ന് നമ്മളെ വിളിക്കാൻ ട്രാവലർ വന്നിട്ടുണ്ട്. സോ ഇനി അങ്ങോട്ട് പോകാൻ No, we don't know it. Follow me. Okay. So, ഇവിടുത്തെ സ്ലാങ് എങ്ങനെയാണ്? അങ്ങനെയൊക്കെയാണ് പറയാം. Follow me. അങ്ങനല്ല, അത് മനസ്സിലാവും. Follow me. ലാസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്യാം, മൊത്തം പറയരുത്. അതന്നെ follow me. നല്ല തണുപ്പുണ്ട് കൈസ്, നല്ല തണുപ്പുണ്ട്. അയ്യോ, ഇവിടെ 12 ഡിഗ്രി സെൽഷ്യസ് ആണ് കൈസ്, 12 ഡിഗ്രി. അതുകൊണ്ടാണ് ഇത്രയും തണുപ്പും കാര്യങ്ങളൊക്കെ. ആ ബോർഡ് പിടിച്ചെത്തിയതിനെ കൊണ്ട് ഞാൻ ഫോളോ ചെയ്യാൻ പറഞ്ഞത്. അങ്ങോട്ട് പോവാം. വിയറ്റ്നാമീസ് ഗാന്ധി വണ്ടി കാണാൻ എല്ലാം ഏകദേശം ഒരു പ്രീമിയം ലുക്കുണ്ട്. വേറെയൊന്നുമില്ല, ബട്ട് അങ്ങനെയാണ്. നമ്മൾ ലൊക്കേഷനിലോട്ട് നമ്മൾ ഫോർഡിൻ്റെ ഒരു വാനിലോട്ട് കയറി. ഇനി നമുക്ക് പോവാം. Đón khách rồi nhá. എന്ത് ഭംഗിയായിരിക്കണം കാണാൻ റോഡ്. ചുമ്മാ ഇത് ഡിസൈനിന് വേണ്ടി മാത്രമാണ് ഈ വലിയ തൂണ്. എന്റെ പോലെ എന്ത് തണുപ്പ്. അയ്യോ, സത്യം നമുക്ക് പെട്ടി പോയി എടുക്കാം. ആ സുരാജ് അങ്ങോട്ട് വെക്കണം. സോ ഗായ്സ്, അങ്ങനെ നമ്മളെ ലൊക്കേഷൻ എത്തി. സോ ഗായ്സ്, ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഹനോയിലാണ്. ഇവിടെ 12 ഡിഗ്രിയാണ് സെൽഷ്യസ് ഉള്ളത്. പക്ഷേ എൻ്റെ മോനെ നല്ല തണുപ്പ്. എല്ലാവരും ജാക്കറ്റൊക്കെ ഇട്ടിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. ഞാനാണെങ്കിൽ ഇത് ഒരു ഹാഫ് കൈയിലാണ് ഞാൻ നിൽക്കുന്നത്. എല്ലാവരും ജാക്കറ്റ്, തൊപ്പി ഫുള്ള് മൂടി. നമ്മളെ റൂമും ഏകദേശം അടിപൊളിയാണ്. ഡോമിനേറ്ററിയാണ് നമ്മൾ താമസിക്കുന്നത്. പക്ഷേ അതും ഇച്ചിരി അടിപൊളിയാണ്. അത് ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം ഡീറ്റെയിൽസ് ആയിട്ട്. ഇതൊരു സിറ്റിയാണെന്ന് തോന്നുന്നു കേട്ടോ ഇത്. അപ്പം ഞാൻ ഹനോയ് മാർക്കറ്റിലാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇവിടെ കുറേ കടകൾ, കുറേ വെറൈറ്റീസ് കാര്യങ്ങളുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇവിടുത്തെ സ്കൂട്ടറും കാര്യങ്ങളും കണ്ടോ? നമ്മളങ്ങനെ വലിയ ബൈക്കിൻ്റെ
വീലൊക്കെ ആയിട്ടുള്ള വലിയ ടയർ. സോ ഗൈസ് നമ്മളിപ്പം അഡാപ്റ്റർ നോക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. കിട്ടൂലെന്ന് പറഞ്ഞു. ഇത് ഫിഷ് മാർക്കറ്റാണെന്ന് തോന്നുന്നു. അല്ല, ഫിഷ് മാർക്കറ്റ് അല്ല. കുറേ വെറൈറ്റി ഫുഡുണ്ട് ഗൈസ്. നമുക്ക് അതെല്ലാം ട്രൈ ചെയ്യാം. ഇപ്പോൾ എനിക്ക് മെയിനായിട്ട് വേണ്ടത് അഡാപ്റ്ററാണ്. ആൾക്കാരും വലിയ കുഴപ്പമില്ല എന്ന് തോന്നുന്നു. ഇപ്പോൾ ഇത് ഇടിച്ചേനെ. ഹായ്, നമുക്ക് വിയറ്റ്നാമീസിന് നമുക്ക് ഹായ് കൊടുക്കാം ഗൈസ്. എടാ നമുക്ക് ഇതാണ് ഹനോയ് മാർക്കറ്റ്. കണ്ട ഇവിടെ ആൾക്കാരൊക്കെ കുറെ ഡാൻസ് കളിക്കുന്നു. സോ നമുക്ക് പാത്രം കടയൊക്കെ ആണല്ലോ. ഇലക്ട്രോണിക് ആയിട്ട് ഒന്നും കാണുന്നില്ലല്ലോ. നമുക്ക് എന്തായാലും നോക്കാം ഗൈസ്. അങ്ങോട്ടൊക്കെ ഫുള്ളൊന്നും കറങ്ങിയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ഹൗ മച്ച്? 200. വരുമല്ലേ പറഞ്ഞ 200. വരും 200. ഇവിടത്തെ 200. 3 രൂപ നോക്കാം. എന്തായാലും പൈസ കൊടുത്തു പോയി. ആ അതെ, 2 ലക്ഷമായി. ആ ഈ പൊത്തിന്റെ പുറാണ് അവർ പറയുന്നത്. ഓ 200 lakhs അല്ല 2 lakhs 200,000. ഗൈസ് നമ്മൾ അങ്ങനെ 2 ലക്ഷം കൊടുത്തേക്ക് നിങ്ങൾക്ക് അങ്ങോട്ട് കാണിക്കേ ഗൈസ്. 2 ലക്ഷം കൊടുത്തിട്ടാണ് ഇത് വാങ്ങിച്ചത്. ഇത് ബോക്സ് വാറണ്ടി. ഇന്ന് 2 ദിവസം നിൽക്കണ എന്ത് വാറണ്ടി നിനക്ക്? എനിക്ക് യൂസ് ഇല്ലല്ലോ ഇത്. ആ താങ്ക് യു. 2 ലക്ഷം ഗൈസ്. 2 ലക്ഷം കൊടുത്തിട്ടാണ് ഒരു അഡാപ്റ്റർ വാങ്ങിച്ചത്. എൻ്റെ മുന്നേ സോ എക്സ്പെൻസീവ് ആണ്. ഇവിടെ വന്നിട്ട് നന്മ കാണിക്കുന്ന ഒറ്റ ഒരാളേ ഉള്ളൂ. ഓക്കെ, ഫ്രണ്ട് ഗുഡ്. അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് എന്തെങ്കിലും ചോദിച്ചാലോ? ഓക്കെ, സോ നമുക്ക് സഹായിക്കാം ആൾക്കാരെ. ഇങ്ങനെയാണ് നമുക്ക് ഡിസ്കൗണ്ട് കിട്ടുമെന്ന് നോക്കാം. ഓക്കെ 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 ഗൈസ്. തളച്ചി ഹായ് ഗായ്സ്. അങ്ങനെ നമ്മൾ വീണ്ടും നമ്മൾ ആ ഡൊമിറ്ററിലോട്ട് പോയാണ്. ഫുഡ് കഴിക്കാനുള്ള ടൈമായി. ഇതേ നൈറ്റ് കുറച്ചുകൂടെ ഇരുട്ടൊക്കെ ആയി കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടാവും എന്നാണ് തോന്നുന്നത്. ഇവിടെ കുറച്ച് ലൈറ്റും കാര്യങ്ങളും. നല്ല തണുപ്പുണ്ട് ഗൈസ്, നല്ല തണുപ്പുണ്ട്. അതാണ് ഏറ്റവും സീൻ. നാളെ ഹുഡി എടുക്കണം. ഓക്കെ, അത് ആ നൂഡിൽസ് ഇടുക, അതിനകത്ത് ഈ വെള്ളം ഒഴിക്കുക, കഴിക്കുക. ഓ, ഇതൊക്കെ ഞാൻ ഫോണിൽ കണ്ട കാര്യത്തെ. ചിക്കൻ വേവിച്ചത് പിന്നെ വേറെ എന്തോ കാര്യങ്ങളുണ്ട്. പിന്നെ ഈ വെള്ളം ഇതിൽ ഒഴിച്ചിട്ടാണ് കഴിക്കാനുള്ളത്. നമുക്ക് കഴിച്ച് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. സോ ചോപ്പ് സ്റ്റിക്ക് ഉപയോഗിച്ചിട്ടാണ് ഗൈസ് കഴിക്കാൻ പോവുകയാണ് നമ്മൾ. ചോപ്പ് സ്റ്റിക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ആ, സ്പൂണും ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഇത് മറ്റേ പല്ലിലെല്ലാം കയറി കഴിഞ്ഞാൽ അത്. അല്ലാണ്ട് 2 ചോപ്പ് സ്റ്റിക്ക്.
എങ്ങനെയാണോ എങ്ങനെയായിരിക്കുന്നത് ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല. ഇതൊന്നും ഒഴിച്ചു നോക്കട്ടെ. എടാ ഇത് ഫുള്ള് ഒഴിക്കണം കേട്ടാ. ഗൈസ് സോ ഗൈസ് നമുക്കിത് മിക്സ് ആക്കാം. ഫുള്ള് ഒഴിക്കണം. നമുക്കിത് കഴിച്ച് നോക്കാം ഗൈസ്. ആ ഇങ്ങനെ യൂസ് ചെയ്യേണ്ട ഒരു സാധനം ഞാൻ പഠിച്ചു. വലിയ കുഴപ്പമില്ല. നോക്ക് ഗൈസ് ചോപ്സ്റ്റിക്ക്. ഓ എടാ ഇതെങ്ങനെ നോക്ക്. ഓ വലിയ കുഴപ്പമില്ല, വലിയ കുഴപ്പമില്ല. കൊള്ളാം. കഴിക്കുമ്പോഴുള്ള വ്യൂ ആണിത്. നമ്മൾ ഏറ്റവും ടോപ്പിൽ നിന്നാണ് കഴിക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട്. ടേസ്റ്റ് പോരാ അത്ര. അതെ കുറച്ച് പാടുണ്ട് കഴിക്കാൻ. ഈ ആദ്യമായിട്ടാണ് ചോപ്സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് കഴിക്കുന്നത്. അത് എൻ്റെ ഒരു ചോപ്സ്റ്റിക്ക് കാണാനില്ല. അതെ ഒന്നായിട്ടാണ് കഴിക്കുന്നത്. കുഴപ്പമില്ല, നല്ല തണുപ്പുണ്ട്. എൻ്റെ കൈയൊക്കെ കണ്ട നല്ല തണുപ്പുണ്ട്. ഇനി പോയി ജാക്കറ്റ് വല്ലതും മേടിക്കണം. ഇത് കാണുന്നത് കാർ പാർക്കിംഗ് ആണ്. മറ്റേ 3 നില കാർ പാർക്കിംഗ്. കൊള്ളാം കേട്ടോ, നല്ല സെറ്റപ്പ്.